ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2097. ഇന്ന് സെപ്റ്റംബർ മാസം 27-ാം തീയതി. ഈ ആണ്ടിലെ 270-ാമത്തെ ദിവസത്തിലെത്തി. നമ്മൾ സത്യത്തിൽ ഇന്നലെ തന്നെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്താണോ, ഇന്നലകളിലാണോ? ഇന്നിലേക്ക് ഇതുവരെ നമ്മൾ ഇറങ്ങി വന്നിട്ടില്ല. പക്ഷേ ഇന്നിലേക്ക് നമ്മൾ ഇറങ്ങി വരും. അതെന്നാ? നാളെയല്ല, മറ്റന്നാളായിരിക്കും. അങ്ങനെ ചിന്തിച്ചാൽ എപ്പോഴും എന്നും നമ്മൾ പഴയ കാലത്താണ് കടന്നുപോയ, കഴിഞ്ഞുപോയ, കൊഴിഞ്ഞു തീർന്ന കാലത്താണ് ജീവിക്കുക. ഇങ്ങനെ ഭൂതകാലത്തെ കെട്ടിപ്പിടിച്ചും സ്നേഹിച്ചും എത്ര കാലം നമ്മൾ ജീവിക്കും? സ്വയം അതിനകത്ത് നമ്മളെ തന്നെ തളച്ചിട്ട്, അല്ലേ? അച്ഛനും മകനും ദിവസവും അതിരാവിലെ എഴുന്നേൽക്കും. പ്രാർത്ഥനയുണ്ട്, രാവിലത്തെ ഭക്ഷണമുണ്ട്, കുറച്ചൊക്കെ വീട്ടുജോലികളുണ്ട്. എല്ലാം ഒരുമിച്ചാ ചെയ്യുക. അവധിക്കാലമായതിനാൽ അപ്പനെന്ത് ചെയ്യും? ആ കൊച്ചിനെ പണിസ്ഥലത്തേക്ക് കൊണ്ടുപോകും. ചെറിയ ചെറിയ ജോലികളൊക്കെ അവനെ ഏൽപ്പിക്കും. ഒരു ദിവസം അപ്പൻ മകനോട് പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമില്ല, ഇന്ന് രാവിലെ ഇല്ലായിരുന്നു, ഇന്ന് ഉപവാസത്തിന്റെ ദിവസമാണ്, പക്ഷെ പതുപോലെ ജോലികളൊക്കെ ചെയ്യണ്ടേ? കുട്ടി വല്ലാതെ വിശന്ന് തളർന്നായിരുന്നു. ഒരുവിധം പകൽ അവസാനിപ്പിച്ചു. രാത്രി നല്ലവണ്ണം അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ അപ്പൻ ഇങ്ങനെ കുട്ടിയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവൻ പറയുകയാണ്, എനിക്കിന്ന് മടിയാണ് അപ്പനോടൊപ്പം എണീക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, പിന്നെ വീട്ടുജോലി ചെയ്യാനായിട്ട്, പിന്നെ കൃഷിയിടത്തിലേക്ക് വന്ന് അപ്പനെ സഹായിക്കാനായിട്ട്. അപ്പോൾ അപ്പൻ ചോദിച്ചു, ഇന്നലെ കുഴപ്പമില്ലായിരുന്നല്ലോ, അതിന് മുമ്പും കുഴപ്പമില്ലായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീ അത് ചെയ്തായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? അല്ല, എനിക്ക് ഇന്ന് വല്ലാതെ വിശക്കും, ഇന്നലെ ഞാൻ ശരിക്കും വിശന്ന് മടുത്ത് മരിച്ചു പോകുന്നു പോലും വിചാരിച്ചു. അപ്പോൾ അപ്പം പറയുകയാണ്, അയ്യോ നീ എണീറ്റോടാ, നിനക്ക് ഇന്ന് ഭക്ഷണമുണ്ട്, ഉപവാസം ഇന്നലെ മാത്രമേ ഉള്ളായിരുന്നു, ഇന്നലെ കൊണ്ട് ആ ഉപവാസം അവസാനിച്ചു, ഇന്ന് ഉപവാസം ഇല്ലാത്ത ദിവസമാണ്. ഇന്നലകൾ അവസാനിച്ചത് നമ്മൾ പലരും അറിഞ്ഞിട്ടില്ല. ഇന്ന് അതുകൊണ്ട് നമുക്ക് ആരംഭിച്ചിട്ടുമില്ല. ഈ ഒരു പോക്കാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇന്ന് ആരംഭിക്കത്തുമില്ല. ഓരോ പകലും നിശ്ചിത സമയത്തിനധികം നീണ്ടു നിൽക്കാറില്ല കേട്ടോ. അവസാനമില്ലാത്ത ഒരു രാത്രിയുമില്ല. ഉണർന്നേ മതിയാവും. എല്ലാം നിരന്തരം മാറുകയും പുതുതാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ മാത്രമാകും ഇന്നലകളിൽ സ്വയം തളച്ചിട്ട് ഇന്നിന്റെ സന്തോഷങ്ങളൊക്കെ നിഷേധിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും ഒഴിവഴികളും കണ്ടെത്തി ഇങ്ങനെ എന്നെ തന്നെ വളരെ വളരെ അലസമായി ഇങ്ങനെ അനുഭവിച്ച് അവസാനിപ്പിക്കുക. അവനവന്റെ ദിവസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക. ഇന്നിന്റെ, പിന്നെ ആയുസ്സിന്റെയും ആരോഗ്യത്തിന്റെയും കുറെ കൂടി വർത്തമാനകാലത്തിൽ ജീവിപ്പാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുയേശു നിർബന്ധിക്കുന്നുണ്ട്. ഇന്ന് നീ എന്നോടൊത്ത് പർദീസായിലായിരിക്കും, കള്ളനോട് പറഞ്ഞു. സക്കായിയുടെ ഭവനത്തിലെത്തിയിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. അങ്ങനെ ഇന്നിന് കുറെ കൂടി പ്രാധാന്യം കൊടുത്ത് ജീവിപ്പാനായിട്ട് നമുക്ക് പഠിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ.